ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ ബ്ലോഗ് കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു യൂട്യൂബിൽ വരുന്നത് വരെ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സിൻ്റെ വാല്യൂ അത് നമുക്ക് മറ്റുള്ളവർ പറഞ്ഞാണ് അറിയുന്നത്. പക്ഷെ നമ്മളൊരു യൂട്യൂബർ ആകുമ്പോൾ മാത്രമാണ് ഓരോ സബ്സ്ക്രൈബേഴ്സ് ഓരോ വ്യൂവേഴ്സും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇനി ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന കാര്യമല്ല, സ്വയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ദുരാഗ്രഹത്തിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. അപ്പോൾ ഈ കഥ ഇങ്ങനെയാണ്. ഒരു രാജ്യത്തിലെ രാജാവ് അനന്തരാവകാശികളെ കണ്ടെത്താൻ വേണ്ടി യഥാർത്ഥത്തിൽ സ്നേഹവും അതുപോലെ തന്നെ കരുതലും അതുപോലെ സത്യസന്ധതയുമുള്ള ഒരു വ്യക്തിയെ തേടിയുള്ള യാത്രയ്ക്ക് വേണ്ടി വേഷപ്രച്ഛന്നനായി വേഷം മാറി തൻ്റെ രാജ്യത്തിലുടനീളം സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തോളിൽ 3 ചാക്ക് നിറയെ സാധനങ്ങൾ നിറച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയാവുന്നത്. അപ്പം വഴിമധ്യേ ഇങ്ങനെ സഞ്ചരിക്കവേ വഴിമധ്യേ അദ്ദേഹം ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. ചെറുപ്പക്കാരൻ വൃദ്ധനായ ഈ മനുഷ്യൻ 3 ചാക്കുകളുമായി വളരെ ബുദ്ധിമുട്ടി നടക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇതിൽ ഒരു ചാക്ക് ഞാൻ എടുത്തോളാം, അങ്ങനെയാണെങ്കിൽ അങ്ങക്ക് സമാധാനമായി അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ ബാക്കി വഴികൾ നടക്കാമല്ലോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ചാക്ക് ഈ ചെറുപ്പക്കാരനെ ഒരു ചാക്ക് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഏൽപ്പിച്ച ചാക്കുമായി ചെറുപ്പക്കാരനും വൃദ്ധനും നടന്നു നീങ്ങുകയാണ്. വഴിമധ്യേ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, ഈ ചാക്കിനകത്ത് എന്താണെന്നൊന്ന് പറയാമോ? അപ്പോൾ ഈ വൃദ്ധൻ മറുപടി പറയുന്നു, എന്നെ രക്ഷിക്കുന്ന ആൾ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാനായി കരുതിയതാണ് ഈ ചാക്ക്. ഇതിൽ നിറച്ച് കുറച്ച് നാണയങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ചെറുപ്പക്കാരൻ വീണ്ടും യാത്ര തുടർന്നു. മുന്നോട്ട് നടക്കവേ വീണ്ടും വൃദ്ധനായ മനുഷ്യന് 2 ചാക്കും കൊണ്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയായി. അപ്പോൾ വീണ്ടും ഈ ചെറുപ്പക്കാരൻ പറയുന്നു, അതിലൊരു ചാക്ക് കൂടി ഞാൻ എടുക്കുകയാണെങ്കിൽ അങ്ങക്ക് അനായാസം ഈ വഴിയെല്ലാം നടക്കാമല്ലോ. അപ്പോൾ സന്തോഷത്തോടെ വൃദ്ധൻ ആ ഒരു ചാക്ക് കൂടി ചെറുപ്പക്കാരനെ ഏൽപ്പിക്കുകയാണ്. ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നു, വളരെ സന്തോഷത്തോടെ അതുമായി മുന്നോട്ട് യാത്ര തിരിക്കുന്നു. ആ യാത്ര മധ്യേ ചെറുപ്പക്കാരൻ വീണ്ടും വൃദ്ധനോട് ചോദിക്കുകയാണ്, ഈ ഒരു ചാക്കിനകത്ത് എന്താണുള്ളത് ശരിക്കും? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇതിനകത്ത് മുഴുവൻ എന്താണ്, വെള്ളി നാണയങ്ങളാണ്. അത് കേട്ട യുവാവിന്റെ മനസ്സ് ഒന്ന് പിടഞ്ഞു. എന്തിനു വേണ്ടിയാണ്? വളരെ സന്തോഷമായി, ഇത് മുഴുവൻ വെള്ളി നാണയങ്ങളാണല്ലോ എന്നുള്ളത്. പിന്നെയും അദ്ദേഹം വീണ്ടും യാത്ര തുടർന്നു. മുന്നോട്ട് പോയപ്പോൾ ഒരു ചെറിയ കുന്ന് പോലത്തെ പ്രദേശം, അവിടെ തീരെ വൃദ്ധന് നടക്കാൻ വയ്യ എന്ന് മനസ്സിലാക്കി ചെറുപ്പക്കാരൻ വീണ്ടും പറയുന്നു, അങ്ങയുടെ കയ്യിലുള്ള ആ ഒരു ചാക്ക് കൂടി എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാനത് ചുമന്നോളാം. താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ മല കയറി നമുക്ക് പാതയിലേക്ക് എത്താലോ. അപ്പോൾ വീണ്ടും വൃദ്ധൻ കയ്യിലുള്ള 3ാമത്തെ ചാക്കും ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇതെല്ലാമായി ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നു, നടക്കുന്നു. അപ്പോൾ വഴിയിൽ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഈ ചെറുപ്പക്കാരൻ വീണ്ടും ചോദിക്കുന്നു വൃദ്ധനോട്, ഈ ചാക്കിനകത്ത് എന്താണ്? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇതിനകത്ത് മുഴുവൻ സ്വർണ്ണ നാണയങ്ങളാണ്. ഇത് കേട്ട യുവാവിന്റെ മനസ്സ് എന്തെന്നില്ലാത്ത മോഹങ്ങളാൽ എന്തായി, ഭാരമുള്ളതായി തീർന്നു. അതായത് അയാൾക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് അതുവരെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന സത്യസന്ധത അതുപോലെ തന്നെ കരുതൽ ഇതെല്ലാം വിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിനെ ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും തമ്മിലുള്ള ഓരോ എന്താണ്, ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടം അദ്ദേഹത്തിന്റെ മനസ്സിൽ നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ദുരാഗ്രഹം ആഗ്രഹത്തിനെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറി. അദ്ദേഹം എന്ത് ചിന്തിച്ചു, വേഗം നടന്ന് വൃദ്ധനെ പുറകിലാക്കിക്കൊണ്ട് വേഗം നടന്ന് എവിടേക്ക് പോവുകയാണ്? വേഗം നടന്ന് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് എത്തുകയും വൃദ്ധനെ വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. വീട്ടിൽ ചെന്ന പാടെ അദ്ദേഹം ചാക്കുകെട്ടുകൾ തുറന്നു പരിശോധിച്ചു. അതിനകത്ത് മുഴുവൻ വെറും ഓട്ടുനാണയങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ആ ചെറുപ്പക്കാരന്റെ ശ്രദ്ധയിൽ ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ
കാണാൻ കഴിഞ്ഞത്. ഒരു പേപ്പറിന്റെ കഷ്ണത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അതിൽ എഴുതിയിരുന്ന കുറിപ്പ് ഇങ്ങനെയാണ്: ആരാണോ എന്നെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കരുതലോടുകൂടിയും സത്യസന്ധമായും എന്നെ സംരക്ഷിക്കുന്നത്, ആ വ്യക്തിക്കായിരിക്കും എൻ്റെ രാജ്യം ഇനി മുതൽ. ഞാനൊരു അനന്തരാവകാശി ഇല്ലാത്തതിനാൽ എൻ്റെ രാജ്യഭാരം ഏൽപ്പിക്കാൻ, എൻ്റെ രാജ്യം ഏൽപ്പിക്കാൻ ഒരാളിനെ തേടിയുള്ള യാത്രയിലായിരുന്നു ഞാൻ വേഷപ്രച്ഛന്നനായി യാത്ര ചെയ്തത് എന്നായിരുന്നു ആ കുറിപ്പ്. അപ്പോഴാണ് ചെറുപ്പക്കാരന് തൻ്റെ നഷ്ടം മനസ്സിലായത്. കുറച്ച് സ്വർണ്ണ നാണയങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി തൻ്റെ അതുവരെ കാത്തുവെച്ച എല്ലാ മൂല്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത ആ ഒരൊറ്റ തീരുമാനമാണ് അദ്ദേഹത്തിനെ ഈ നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് ഇതിൽ നിന്ന് എനിക്ക് എൻ്റെ എൻ്റെ വ്ലോഗ് കാണുന്ന എല്ലാവരോടുമായി പറയാനുള്ളത് ഇത്രയുമാണ്. ഒരു ചെറിയ സന്ദേശമാണ്. നമുക്ക് ആഗ്രഹങ്ങൾ നല്ല കാര്യമാണ്, പക്ഷെ ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലാവരുത് എന്നുള്ളത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും ദുരാഗ്രഹങ്ങളായി മാറരുത്. അത് നമുക്ക് വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളെ തടയുമെന്ന് മാത്രമല്ല, നമുക്ക് വളരെയധികം പിൽക്കാലത്തിൽ വേദന ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഭാഗ്യം എല്ലാവരുടെയും മുന്നിലുണ്ട്, അല്ലെങ്കിൽ ഒരു വസന്തകാലം അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷേ നമുക്ക് അതിനു വേണ്ടിയുള്ള ശ്രമവും കാത്തിരിപ്പും പ്രാർത്ഥനയുമാണ് വേണ്ടത്. അല്ലാതെ ദുരാഗ്രഹം ഒരിക്കലും ഒരാളെയും എവിടെയും കൊണ്ടെത്തിക്കില്ല. അപ്പോൾ നമുക്കിനി ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ അടുത്ത വ്ലോഗിന് ആയി ഞാൻ ശ്രമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒരു വ്ലോഗുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ, സി യു.